ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ വരാപ്പുഴയുടെ അടുത്ത് നാഷണൽ ഹൈവേ ആണ്. പണിതൊരിക്കുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് ഇതാണ് നമ്മുടെ നാഷണൽ ഹൈവേ പണിതൊരിക്കുന്നത്. ഇത് ഹൈവേ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു മാൻ ഹോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഒരു മാൻ ഹോള്, അത് ഒരെണ്ണം മാത്രമല്ല, ഇത് വഴി കൂടി നടക്കുമ്പോൾ വഴിയുടെ സൈഡിൽ തന്നെയാണ് ഈ മാൻ ഹോള്. അത് ഒരു മാൻ ഹോൾ മാത്രമല്ല, അങ്ങനെ കുറേ ഉണ്ട്. ഫുട്പാത്തിലാണ്. കുറേയൊക്കെ അവർ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്, കുറേയൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചേക്കാണ്. അപ്പം നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കില്ല. അതിനുള്ള ഏറ്റവും ഡേഞ്ചറാണ് ഈ കാണുന്ന കമ്പികൾ. കണ്ടാ കമ്പികൾ ഇരിക്കുന്നുണ്ട്. അടുത്തൊരു മാൻ ഹോള് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അടുത്ത് തുറന്നും നമുക്ക് കാണാം. അതെ, അടുത്തൊരു മാൻ ഹോള്. അപ്പോൾ ഇത് ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, നമ്മൾ കുറേ മാൻ ഹോൾ അവർ പൂട്ടിയിട്ടുണ്ട്, അടച്ചു വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചേക്കണേ. അപ്പോൾ നമ്മൾ രാത്രി ഇവിടെയാണ് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല. കണ്ടാ, ഈ വഴിയിൽ സ്ട്രീറ്റ് ലൈറ്റേ ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള സാധ്യത കുറവാണ്. അത് ഏറ്റവും വലിയ പ്രശ്നം ആ കമ്പികൾ ഞാൻ കാണിച്ചു തന്നതാണ്. ഈ മാൻ ഹോളിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച രണ്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ അകത്ത് നമ്മൾ കണ്ട് കുറേ പ്ലാസ്റ്റിക് വേസ്റ്റ് ആൾക്കാർ കേട്ടിട്ടുണ്ട്. ഇത് അവസാനം എന്തെങ്കിലും ഒരു മഴ വന്ന് വെള്ളം കയറി കഴിയുമ്പോഴത്തേക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കാരണം ഡ്രെയിനേജ് എല്ലാം ബ്ലോക്ക് ആവും. അത് വെള്ളം കയറുന്ന നമ്മൾ കുറേ പ്രാവശ്യം അങ്ങനെ സീൻ കണ്ടിട്ടുള്ള. അതിനെല്ലാം ഏറ്റവും ഡേഞ്ചറാണ് ഈ കാണുന്ന കമ്പികൾ. ഇങ്ങനെ പൂർത്തായിരിക്കണം. ഇങ്ങനെ നമ്മളിവിടെ ഒരാൾ വണ്ടി ഓടിച്ചിട്ട് വരുമ്പോൾ സ്കിഡ് ചെയ്ത് വീഴണമെന്ന് വെച്ചോ, ആ കമ്പിയുടെ പുറത്ത് വീണ് കഴിഞ്ഞാൽ എന്താണിക്കും ആ ആളുടെ സ്ഥിതി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. മാൻ ഹോളിൽ വീണാൽ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും കാര്യം കയറിപ്പോരും, എന്തെങ്കിലും ചെറിയ പരിക്കൊക്കെ ഏക്കുള്ളൂ എന്ന് പറയാം. പക്ഷേ ആ കമ്പിയുടെ പുറത്ത് വീണ് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഞാനിപ്പോൾ ഈ വണ്ടി ഓടിച്ചിട്ട് ഞാൻ പലതവണ സ്കിഡ് ചെയ്ത് വീണിട്ടുണ്ട്. എനിക്കറിയാം സ്കിഡ് ചെയ്ത് വീണ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വീഴണമെന്നുള്ളത്. പ്രത്യേകിച്ച് ഹെവി ആയിട്ടുള്ള വണ്ടിയാവുക. ആ കമ്പിയുടെ പുറത്ത് വീണ് കഴിഞ്ഞാൽ ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ റോഡ് ടാക്സ് ഒക്കെ കൊടുക്കുന്നതല്ലേ. റോഡ് ടാക്സ് ഒക്കെ കൊടുത്തിട്ടാണല്ലോ നമ്മൾ ഈ വഴിയിൽ വണ്ടി ഓടിക്കുന്നത്. ഇങ്ങനെയാണോ കാര്യങ്ങളൊക്കെ വെക്കേണ്ടത്? ഇതാണോ ആൾക്കാരുടെ സേഫ്റ്റി? കാര്യം ഇതിൽ എന്തെങ്കിലും പരിക്ക് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിൻ്റെ കാരണം പരിക്ക് പറ്റി കഴിഞ്ഞാൽ നമുക്ക് കേസിനൊക്കെ പോകാം. നമുക്ക് വലിയ ഇതൊക്കെ. പക്ഷേ ആരോഗ്യം പോയിട്ട് അത് പൈസ നമുക്ക് കിട്ടും. ആരോഗ്യം പോയി കഴിഞ്ഞാൽ അത് നമുക്ക് തരാൻ പറ്റുമോ? ഇവർക്ക് നമ്മുടെ ബോഡിക്ക് ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇത് ഇവർക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ജനങ്ങൾ അറിയണമല്ലോ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന, അധികാരികൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതെന്നുള്ളത് ജനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ ശ്രദ്ധിച്ച് തന്നെ ഓടി. നമ്മുടെ തടി നോക്കാമെന്നല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് സ്പീഡിൽ പോകാതെ ശ്രദ്ധിച്ച് പതുക്കെ ഓടിക്കാം. ഇത്രയേ ഉള്ളൂ. ബെസ്റ്റ് ഓഫ് ലക്ക്. ബൈ.